ഉമൈർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം സഫ്വാൻ ബിൻ ഉമയ്യയും ഉമൈർ ബിൻ വഹബും രണ്ടുപേരും മക്കയുടെ കഅബയുടെ ചാരത്ത് വന്നിരിക്കുകയാണ്. ഒരു ളുഹാ സമയം രണ്ടാളും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സങ്കട വിഷയം? കഴിഞ്ഞ വർഷം ബദറിൽ വെച്ച് ഉമൈറിൻ്റെ മകൻ വഹബ് മുസ്ലിമീങ്ങളുടെ കയ്യിലകപ്പെട്ടു. അതുപോലെ സഫ്വാൻ ബിൻ ഉമയ്യയുടെ പിതാവ് ഉമയ്യത്ത് ബിൻ ഖലഫ് ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു, മുസ്ലിങ്ങളുടെ ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഈ സങ്കടം ഇങ്ങനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരൊന്നും ഇല്ലാത്ത ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന് സഫ്വാൻ പറയുന്നു. അതുപോലെ ഉമൈർ പറയുന്നു, എൻ്റെ മകൻ അവരുടെ കയ്യിൽ അകപ്പെട്ടുപോയി, വലിയ സങ്കടം തന്നെ. ഇത് പറയുന്നതിനിടയിൽ ഉമൈർ പറഞ്ഞു, എനിക്കെങ്ങാനും കുറേ കടങ്ങളും എന്നെ ആശ്രയിച്ച് കഴിയുന്ന മക്കളും എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുഹമ്മദിൻ്റെ കഥ കഴിക്കുമായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഉമൈർ പറഞ്ഞു, ഞാനിപ്പോൾ മദീനത്തേക്ക് ചെന്നിട്ട് മുഹമ്മദിനെ ചെരിപ്പെടുത്താൻ വേണ്ടി പോയാൽ ആരും തിരിച്ചറിയൂല. കാരണം എൻ്റെ മകൻ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി പോയി വരികയാണെന്നേ കരുതുകയുള്ളൂ. പലരും ഈ ആവശ്യത്തിന് വേണ്ടി പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സഫ്വാന് ചോദിച്ചു, ഉമൈറെ, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ മുഴുവൻ കടവും ഞാൻ ഏറ്റെടുക്കാം, അതുപോലെ നിൻ്റെ ആശ്രിതരെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് വല്ലതും സംഭവിച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവനും അവരുടെ ജീവിതകാലത്ത് അവർക്ക് ആസ്വദിക്കാനും എൻ്റെ സ്വത്ത് ധാരാളമാണ്. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം, കടം ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ ഉമൈർ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, നീ ഇത് ആരോടും പറയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ രണ്ടാളും എഗ്രി ആകുന്നു. ഉമൈർ വീട്ടിൽ ചെന്നു, തൻ്റെ വാളെടുത്തു. ആ വാള് വീണ്ടും മൂർച്ച കൂട്ടി അതിനുശേഷം വിഷം ഊട്ടിവെച്ചു. വിഷത്തിൽ ഊട്ടിവെക്കാൻ കാരണം ആ വാൾ കൊണ്ട് വെട്ടിയാൽ പിന്നെ മുറി കൂടാൻ പാടില്ല. അങ്ങനെ വിഷത്തിൽ വാൾ ഊട്ടിയെടുത്തു. ആർക്കും സംശയം തോന്നാതെ മദീനയിലേക്ക് പുറപ്പെട്ടു. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തൻ്റെ മകനെ മോചിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്നേ തോന്നുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ മദീനയിലെത്തുന്നു. മദീന മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കൂടി ചർച്ചകൾ നടത്തുകയാണ്. ചർച്ചയിലെ ഒരു വിഷയം ബദറിൽ അള്ളാഹു നമുക്ക് നൽകിയ വിജയം, അള്ളാഹു നമുക്ക് നൽകിയ വലിയ അന്തസ്സ്, ഇതേക്കുറിച്ചൊക്കെ അങ്ങനെ ആത്മനിർവൃതി കൊള്ളുകയാണ് ചർച്ച ചെയ്തിട്ട്. ആ ചർച്ചയ്ക്ക് ശേഷം എഴുന്നേൽക്കാൻ പോകുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആ കാഴ്ചപ്പെടുന്നത്. പള്ളിയുടെ അല്പം അകലെ ഉമൈർ വന്നിറങ്ങുന്നു. ഉമൈറിൻ്റെ കയ്യിൽ വാളുണ്ട്. ഉമൈർ ലക്ഷ്യം വെക്കുന്നത് മസ്ജിദുൻ നബവിയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഇരുന്നവരോട് പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിലും ചെന്ന് നിൽക്കാൻ പറഞ്ഞു. ഉമൈർ വരുന്ന ഭാഗത്തേക്ക് ഉമർ റളിയല്ലാഹു ചെന്നു. ശേഷം വീണ്ടും മസ്ജിദുൻ നബവിയിലേക്ക് നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉമൈർ വരുന്നുണ്ട്, അവൻ്റെ വരവ് തീരെ പന്തിയല്ല, അവൻ്റെ കയ്യിൽ വാളുണ്ട്, അവൻ്റെ വരവിലെന്തോ ദുരുദ്ദേശമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമൈറിൻ്റെ വരവറിയിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഉമൈറിനെ ഇങ്ങോട്ട് കടത്തിവിട്ടേക്കൂ. ഉമൈറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഉമൈറിന് ഈ വാൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഉമൈറിനെ കൂച്ചി പിടിച്ചുകൊണ്ട് നബിതങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനെ വിട്ടേ, ഉമൈറിനെ കടത്തി വിട്ടോ, ഉമൈർ വരട്ടെ. ഉമൈർ അടുത്തേക്ക് വന്നപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുന്നില്ല. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഉമർ, നീ പിന്നോട്ട് മാറി നിൽക്ക്, ഉമൈർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ഉമൈർ നബിതങ്ങൾ അടുത്തേക്ക് വന്നിട്ട് ഐം സ്വബാഹൻ എന്ന് മുശ്രിക്കീങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന അഭിവാദ്യ ശൈലി ഉപയോഗിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ആ അഭിവാദ്യത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ സ്വർഗത്തിൻ്റെ അഹലുകാർ ഉപയോഗിക്കുന്ന അസ്സലാമു അലൈക്കും സലാം പറയുന്ന ശൈലിക്കാരായി മാറിയിട്ടുണ്ട്. ഉമൈർ അതിന് നർമ്മം ചേർത്ത് മറുപടി പറഞ്ഞു, അതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് മറുപടി പറഞ്ഞു. നബിതങ്ങൾ തിരിച്ചു ചോദിച്ചു, എന്താ ഉമൈർ ഒരു വാള്, ആ വാളെന്തിനാണ്? ഉമൈർ പറഞ്ഞു, വാളെന്തിന്, അത് ഒരർത്ഥവും ഇല്ലല്ലോ, വാളിനൊന്നും അർത്ഥമില്ല എന്നുള്ളത് കഴിഞ്ഞ ബദറിൽ നിങ്ങൾ തെളിയിച്ചതല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉമൈർ വന്നത്? ഉമൈർ പറഞ്ഞു, അതെൻ്റെ മകനെ മോചിപ്പിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നും ഇല്ലേ? ഇല്ല. ഉമൈർ, സത്യം പറ, നീ എന്തിനു വന്നതാ? അപ്പോൾ സത്യം ചെയ്ത് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ സഫ്വാനോട് ഏറ്റതല്ലേ? നിൻ്റെ കടം മുഴുവനും സഫ്വാൻ ഏറ്റപ്പോൾ
നിൻ്റെ ആശ്രിതരെ പൂർണ്ണമായി സഫ്വാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിനെ ശരിപ്പെടുത്താമെന്ന് പറഞ്ഞ് വിഷത്തിൽ ഊട്ടിയെടുത്ത വാളല്ലേ നിൻ്റെ കയ്യിലുള്ളത്. ആ സമയത്ത് ഉമൈർ ഒരു നിമിഷം അന്തം വിട്ടുപോയി. ഉമൈർ ഉടനെ തൊട്ടടുത്ത നിമിഷം ഉമൈറിൻ്റെ നാവിൽ നിന്ന് ഒഴുകി വന്നു, അനിയന്ത്രിതമായി ഒഴുകി വന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുള്ളാ, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നത് എനിക്ക് ഉറപ്പായി നബിയെ. പലപ്പോഴായിട്ട് ഞങ്ങൾക്കിത് അറിയാമായിരുന്നു. അത്ഭുതങ്ങൾ പലത് പറയുമ്പോഴും അതെല്ലാം പല രീതിയിൽ ഞങ്ങൾ നിഷേധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ഒരു നിലയിലും നിഷേധിക്കാൻ പറ്റില്ല. കാരണം കഅബയുടെ ചാരത്ത് ഞാനും സഫ്വാനും മാത്രം അറിഞ്ഞ ഒരു രഹസ്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ഈ വിവരങ്ങൾ പറയുന്നതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ മതത്തിൻ്റെ വക്താവാണ്. ആ നിമിഷം മുതൽ പഠിക്കാൻ തുടങ്ങി. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് തൊട്ടു മുമ്പ് വരെ ലഖിൻസീറുൻ കാന അഹബ്ബ ഇലയ്യ മിൻ ഉമൈർ, ഉമൈറിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് അഴുക്കിൽ പൂണ്ട് കിടക്കുന്ന ഒരു പന്നി പോലും. അത്രയേറെ ഇസ്ലാമിനെ പ്രയാസപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളാണ് ഉമൈർ. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വന്തം മക്കളെക്കാൾ പ്രിയപ്പെട്ടവനാണ് ഉമൈർ എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഉമൈർ കുറേ പഠിച്ചു. ദിവസങ്ങളോളം പഠനമായി മദീനയിൽ നബിതങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചു. തിരിച്ച് മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാനിനി മക്കയിലേക്ക് ചെല്ലട്ടെ. ഈ ദീനിൻ്റെ വെളിച്ചം, ഇതിൻ്റെ പ്രഭ, ഇതിൻ്റെ ശബ്ദം അത് മക്കയിൽ ഇനി അവശേഷിക്കുന്നവരുടെ ചുവട്ടിലും മനസ്സിലും കൂടി എത്തിക്കട്ടെ. അവരെയും കൂടി ഈ പരിശുദ്ധമായ മതത്തിൻ്റെ വിവരങ്ങൾ എത്തിക്കട്ടെ. അവരിലും കൂടി ഈ വിവരം അറിയിക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞു, പൊയ്ക്കോളൂ. അങ്ങനെ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമൈർ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇസ്ലാമിനേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് പരസ്യമായി ഇസ്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്കതൊരു സൗഭാഗ്യമാണ്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആദർശത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ എൻ്റെ എല്ലാ ശേഷിയും ഞാൻ ഉപയോഗിക്കും, എൻ്റെ എല്ലാ കഴിവും ഞാൻ ഉപയോഗിക്കും. മക്കയിലേക്ക് ചെല്ലുന്നു. അവിടെ മറ്റൊരു രംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സഫ്വാന് രാവിലെയും രാത്രിയും എന്നില്ലാതെ എല്ലാ ഗോത്രങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കും. വലിയ മനക്കോട്ട കെട്ടി നടക്കുകയാണ്. ഇതാ ഉമൈർ വലിയ വാർത്തയുമായി വരാൻ പോവുകയാണ്. പലപ്പോഴും മദീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നവരോടെല്ലാം വിവരം അന്വേഷിക്കും. പക്ഷെ ഉമൈറിനെ കുറിച്ചൊരു വിവരവും കിട്ടുന്നില്ല. സഫ്വാൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട്. ആ സമയമാണ് രാവിലെ ഒരു വിളിയാളം. ആ വിളിയാളം ഉമൈറിൻ്റെ ശബ്ദമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഈ പ്രഖ്യാപനം കേട്ടു അത് ഉമൈറിൻ്റെ ശബ്ദമാണെന്നത് സഫ്വാന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഭൂമുഖത്തെ എല്ലാവരും ഇസ്ലാം വിശ്വസിച്ചാലും ഉമൈർ ഇസ്ലാം വിശ്വസിക്കുകയില്ലെന്നായിരുന്നു സഫ്വാൻ്റെ ധാരണ. സഫ്വാനെ തന്നെ നേരെ വിളിക്കുന്നു ഉമൈർ, യാ സഫ്വാൻ അൻത ആഖിലുൻ അൻത ലസയ്യിദുൻ, നീ ഒരു നേതാവല്ലേ, നിനക്ക് ബുദ്ധിയില്ലേ? നീ ഇനിയും നമ്മൾ തന്നെ വെട്ടിയുണ്ടാക്കിയ മരത്തിനെ ആരാധിച്ച് കഴിയുകയാണോ? അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞുപോയി സഫ്വാനെ എന്ന് പറയുകയാണ് ഉമൈർ. സഫ്വാൻ ആകെ അന്തം വിട്ടു. ഒരുപാട് ധാരാളം മനുഷ്യന്മാർ ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഉമൈറിൻ്റെ ജീവിതത്തിലെ വലിയ സിംഹഭാഗവും ചെലവഴിച്ചു. ഉമൈർ ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം, അവർ ഒരു സത്യം തിരിച്ചറിയുന്ന സമയം, അവർ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ പുതുതായി രചിക്കാൻ അവർ യാതൊരു മടിയും കാണിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്നു. വലിയ ജനാവലിക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ വെളിച്ചം പകർന്നു കൊടുക്കാൻ വേണ്ടി അവർ സമർപ്പിതരാകുന്നു. ഇങ്ങനെ സമർപ്പിതരായതിൻ്റെ പേരിൽ അനേകം മനുഷ്യന്മാർ ഈ അന്തസ്സുള്ളൊരാദർശത്തിൻ്റെ ഐഡിയോളജിയുടെ വക്താക്കളായി മാറുന്നു. ഇതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും അതിലൂടെ കഴിവുകൾ ആർജിക്കുകയും ആ കഴിവിൻ്റെ പേരിൽ പ്രശസ്തരാവുകയും ചെയ്ത അത്തരം ആർട്ടിസ്റ്റുകൾ, അവരാണ് ഏറ്റവും നല്ല സെലിബ്രിറ്റികൾ. ഈ സെലിബ്രിറ്റികളെ പിന്തുടരുക എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അന്തസ്സിൻ്റെ ഭാഗമാണ്. സയ്യിദുന ഉമൈർ ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങിയ അനേകം സ്വഹാബികളുടെ ചരിത്രം നിരന്തരം കേൾക്കുന്നതിലൂടെ ആ സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്ര പിന്തുടർച്ചയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുകയെന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം ആ അബുൽ ബശർ, മനുഷ്യപിതാവ്, ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ സച്ചരിതരായ മഹാന്മാരും
അവരെല്ലാം ഒരു കണ്ണിയിൽ ചേരുന്ന ഒരു പവിത്രമായ ആദർശ ശൃംഖലയാണ് ഇസ്ലാം. ഞാനൊരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവൻ ഈ മഹാന്മാരുടെ എല്ലാം കണ്ണിയിൽ ഒരാളാകുന്നു എന്നാണ് പറയുന്നത്. അതൊരു വലിയ ഐക്യബോധമാണത്, വലിയൊരു ഒരുമബോധമാണത്. ഈ ഒരുമബോധം മനുഷ്യൻ്റെ മനസ്സിലേക്ക് പകരാൻ സഹായിക്കുന്നതാണ് മുസ്ലിം എന്ന അഡ്രസ്സ്. അവിടെ വിദ്വേഷത്തിൻ്റെയോ പരസ്പര വൈരുദ്ധ്യങ്ങളുടെയോ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും പകരം നല്ലൊരു ഒരുമയുടെ ചിന്താഗതി, പരസ്പരം ഉൾക്കൊള്ളുന്നതിൻ്റെ നല്ല ഭാവതലങ്ങൾ അത് പകരുന്നതാണ്. അള്ളാഹു നമുക്കത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ വക്താക്കളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.